രാജ്യത്തുള്ള കർഷകർക്ക് 6000 രൂപയുടെ ധനസഹായം നൽകുന്ന പദ്ധതിയാണ് PM കിസാൻ. ഇതുമാത്രമല്ല, രാജ്യത്തുള്ള കർഷകരുടെ ഉന്നമനത്തിനു വേണ്ടി നിരവധി പദ്ധതികളാണ് നടപ്പിലാക്കിയിട്ടുള്ളത്. ഇത്തരത്തിലുള്ള ആനുകൂല്യങ്ങൾ ഇനി ലഭിക്കണമെങ്കിൽ കർഷക ID ആവശ്യമായി വരും. രാജ്യമെമ്പാടുമുള്ള കർഷകർക്ക് കർഷക ID ലഭിക്കുന്നതിന് കർഷക രജിസ്ട്രിയിലേക്ക് പേര് ചേർക്കാനുള്ള നിർദ്ദേശം വന്നിട്ടുണ്ട്. എല്ലാവരും തന്നെ ഈ നിർദ്ദേശം കൃത്യമായി തന്നെ പാലിക്കണം. കൃഷിഭവൻ മുഖാന്തരമാണ് ഈ പേര് ചേർക്കൽ നടപടി ഉള്ളത്. അതിനുശേഷം ഒരു ഏകീകൃത തിരിച്ചറിയൽ കാർഡ് ലഭിക്കും. ആ കാർഡിൽ ഏകീകൃത തിരിച്ചറിയൽ നമ്പറും ഉണ്ടായിരിക്കും. ഈ കാർഡ് മുഖേന ആയിരിക്കും സംസ്ഥാന സർക്കാരിന്റെയും കേന്ദ്ര സർക്കാരിന്റെയും പല സബ്സിഡി ആനുകൂല്യങ്ങൾ ലഭിക്കുന്നത്. കർഷകർക്ക് നിരവധി ആനുകൂല്യങ്ങളാണ് ലഭിച്ചു വരുന്നത്. കർഷകർക്ക് ആനുകൂല്യങ്ങൾ ലഭിക്കുന്നതിനും വായ്പ എടുക്കുന്നതിനും ഈ കാർഡ് നിർബന്ധമായി വന്നേക്കാം. കിസാൻ സമ്മാൻ നിധിയുടെ 6000 രൂപ ലഭിക്കുന്നവർ എല്ലാവരും തന്നെ ഈ കാർഡ് നിർബന്ധമായും എടുക്കേണ്ടതാണ്. എന്നാൽ കിസാൻ സമ്മാൻ നിധിയുടെ ആനുകൂല്യങ്ങൾ ലഭിക്കാത്ത കൃഷിഭൂമിയുള്ള എല്ലാവരും ഈ കാർഡ് എടുക്കണം. കതിർ രജിസ്ട്രേഷനും ഈ രജിസ്ട്രേഷനും രണ്ടും രണ്ട് രീതിയിലാണ് നടക്കുന്നത്. ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറുള്ള ഫോണും ഈ രജിസ്ട്രേഷന് അത്യാവശ്യമാണ്. OTP അധിഷ്ഠിതമായിരിക്കും രജിസ്ട്രേഷൻ. അതിനാൽ തന്നെ ആധാർ കാർഡും ആധാറുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ നമ്പറും കരമടച്ചിട്ടുള്ള സർട്ടിഫിക്കറ്റും ആവശ്യമാണ്. ഈ രജിസ്ട്രേഷന്റെ അവസാന തീയതി പ്രഖ്യാപിച്ചിട്ടില്ല. കൃഷിഭവനിൽ നിന്ന് അറിയിപ്പ് കിട്ടുന്നതനുസരിച്ച് എല്ലാവരും തന്നെ ഈ കാര്യം കൃത്യമായി തന്നെ ചെയ്യേണ്ടതാണ്. കൃഷിഭവൻ മുഖേനയായിരിക്കും ഈ നടപടി ഉണ്ടാകുക. കൃഷിഭവനിലെ ഉദ്യോഗസ്ഥരുടെ നിർദ്ദേശമനുസരിച്ച് കാര്യങ്ങൾ കൃത്യമായി ചെയ്യേണ്ടതാണ്. കർഷക ID ഉണ്ടെങ്കിലാണ് കർഷക ആനുകൂല്യങ്ങളും വായ്പകളും സർക്കാരിന്റെ മറ്റു പല സബ്സിഡി ആനുകൂല്യങ്ങളും ലഭിക്കുക.